ഫയല് മമ്മി പറഞ്ഞോണ്ട് കൊണ്ടു തന്നത്. എന്നാ ശരി, ഞാൻ പോവാ. കുക്കി, നീ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേ. ഞാൻ ഈ ഫയലൊന്ന് കൊണ്ടു കൊടുത്തിട്ട് പെട്ടെന്ന് വരാം. ഞാനെന്തിനാ വെയിറ്റ് ചെയ്യുന്നേ? ഞാനങ്ങ് വെയിറ്റ് ചെയ്തിട്ടില്ല, ഞാൻ വീട്ടിൽ പോവാ. ഓ, ഇവളുടെ ഒരു കാര്യം. ഓക്കെ, എന്നാ നീ എൻ്റെ കൂടെ വാ. എങ്ങോട്ടേക്ക് വരാൻ? നീയല്ലേ പറഞ്ഞത് നിനക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ കൂടെ ഇങ്ങ് വാ. എന്തിനാ? അതൊക്കെ ഉണ്ട്, നീ എൻ്റെ കൂടെ ഇങ്ങ് വന്നാൽ മതി. സാർ, ഇത് ഫയല്. ഞാൻ ഇന്നലെ പറഞ്ഞ ഫയലല്ലേ? അത് ഇന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇന്നലത്തെ തിരക്ക് പിടിച്ച് കൊണ്ട് താൻ ലീവല്ലായിരുന്നു? ഇയാളിന്ന് ലീവായിരുന്നു, പിന്നെ എന്നാത്തിനാ എന്നോട് ഫയൽ എടുത്തിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ഏയ്, അത് കുഴപ്പമില്ല സാർ. ഞാൻ വിചാരിച്ചു ഈ പെട്ടെന്ന് തന്നെ അങ്ങ് കൊണ്ട് തന്നേക്കാന്ന്. പിന്നെ ഇന്ന് ഞാൻ ഈ ഇത് വഴി വരാനുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നേ, അപ്പോൾ ഇത് തന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഓ, അങ്ങനെ. ഓക്കെ. നിന്നെ ഞാൻ കണ്ടിട്ട് നീ ജിയോണല്ലേടി? നീ എന്തെടുക്കുവാ ഇപ്പൊ? എന്താ ചെയ്യുന്നേ? ഞാന് ഇപ്പോ ബാംഗ്ലൂരാ PG ചെയ്യുന്നു. ഓ, ആണോ? നന്നായിട്ടൊക്കെ പഠിക്കേ. പിന്നെ നിങ്ങളുടെ കല്യാണമൊക്കെ എന്നാ? മാരേജ് ഇപ്പോൾ ഉണ്ടാവില്ല, അവളുടെ ക്ലാസ് കഴിയുമ്പോൾ ഉടനെ ഉണ്ടാവും. എന്ത്? ഓ, ആണോ? എന്നാ കല്യാണത്തിന് എന്നെ എന്തായാലും വിളിക്കണം കേട്ടോ. അത് പിന്നെ പറയാനുണ്ടോ? സാറിനെ എന്തായാലും കല്യാണത്തിന് വിളിക്കില്ലേ? എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്നത്? എന്നാ സാർ, ഞങ്ങൾ ഇറങ്ങുവാണ്. എന്നാ ഓക്കെ ഓക്കെ. ഇയാൾക്കൊന്നും എന്നോട് പറയാനില്ലേ? എന്തൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നത്? പഠിത്തം കഴിഞ്ഞ കല്യാണമാണോ? ആരുടെ കല്യാണം? ഇങ്ങനത്തെ കല്യാണം? എന്റെ കല്യാണമാണ് എന്നോട് ചോദിക്കണ്ടേ? കുക്കി, നിനക്ക് എന്തെങ്കിലും ചോദിക്കണ്ടേ? ചോദിക്കാൻ എന്നോടിപ്പോൾ. ഓ, ഞാൻ ചോദിക്കണമെങ്കിൽ തന്റെ അനുവാദമൊക്കെ എനിക്ക് വേണമായിരുന്നു. അങ്ങനെയല്ല, നിനക്ക് എന്നോട് എന്തും സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത്, നീ എന്നെ നോക്കിയിരുന്നു കണ്ടപ്പോൾ നിനക്കെന്ത് പറയാനുള്ള പോലെ തോന്നി, അതാണ് ഞാൻ ചോദിച്ചത്. അവകാശം? എന്തോ ആയിക്കോട്ടെ. ഞാൻ തന്നെ നോക്കുമ്പോഴൊക്കെ തനിക്ക് ഞാൻ എന്തോ പറയാൻ വരുന്ന പോലെയാണോ തോന്നുന്നത്? എപ്പോഴും അല്ല, എന്നാലും മിക്കപ്പോഴും എനിക്ക് ഞാനേ തോന്നാറുള്ളത്. ഓഹോ, എന്നാ അത് തന്റെ വെറും തോന്നൽ മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ കാര്യം നോക്കുന്നു, ഞാൻ പുറത്തെ കാഴ്ചകളൊക്കെ നോക്കുമായിരുന്നു. ആണോ? അപ്പം എൻ്റെ പൊന്നുമോള് കാഴ്ച കണ്ടിരിക്കുവാണ്, അപ്പം എന്നോടൊന്നും ചോദിക്കാനില്ല. അങ്ങനെയല്ല, ചോദിക്കാനുണ്ട്. അത് താൻ എന്തിനാ അവിടെ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞത്? എൻ്റെ സ്റ്റഡീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം വന്നു. ഞാൻ സത്യമല്ലേ പറഞ്ഞത്? നിന്റെ പഠനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കല്യാണമല്ലേ? കല്യാണം അത് സത്യമാണ്, പക്ഷെ അതെല്ലാം നമ്മുടെ വീട്ടുകാർ തീരുമാനിച്ചല്ലേ. തനിക്കെന്നെ ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാ? വാട്ട്? തന്നെ എനിക്കിഷ്ടമല്ലെന്നോ? ഞാൻ ഇതുവരെ നിന്നെ എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞില്ലേ അന്ന്? എന്നോട് പഠിക്കാൻ പറഞ്ഞില്ലേ? പഠിക്കാനല്ലേ പറഞ്ഞുള്ളൂ. നിന്നെ എനിക്കിഷ്ടമല്ല എന്നും കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നും ഞാനിതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടില്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അപ്പോ തനിക്ക് എന്നെ ഇഷ്ടമാണോ? കുക്കി, ഐ ലവ് യു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല തുടങ്ങിയത്. എനിക്ക് ചെറുപ്പം മുതൽ നിന്നെ ഇഷ്ടമായിരുന്നു. നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്.
പിന്നെ ഞാനതൊന്നും നിന്നോട് പറയാതെ വന്നത് നീ എൻ്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട്, നിൻ്റെ പഠനത്തെ അത് ബാധിച്ചാലൊന്ന് പേടിച്ചിട്ടാണ്. അല്ലാതെ നിന്നോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവും ഉണ്ടായിരുന്നില്ല. കുക്കി, നീ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നില്ലേ? ഉം, ആ, കേൾക്കുന്നുണ്ട്. അപ്പോൾ നിനക്കും എന്നെ ഇഷ്ടമല്ലേ? ആ ആ, അത് ഇത്ര പെട്ടെന്ന് സമ്മതിക്കണ്ട. ആ, പുള്ളി എന്നെ ഒന്നെങ്കിലും കരിപ്പിച്ചല്ലേ. ആ, അത്ര പെട്ടെന്ന് ഞാനങ്ങനെ ഓക്കെ ഒന്നും പറയത്തൊന്നുമില്ല. അതിനുള്ള സമയമായിട്ടില്ല. എന്ത് സമയമാവേണ്ടത്? അതൊക്കെ ഉണ്ട്. സമയമായിട്ടില്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഞാൻ ഒന്ന് പ്രിപ്പയർ ആവട്ടെ. ഓക്കെ, നീ പ്രിപ്പയർ ആയിക്കോ. പക്ഷേ എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും വർഷം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ലേ, ഇനി എന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത് പ്ലീസ്. അയ്യോ, ഇയാളെന്താ ഇത്ര റൊമാൻസിൽ എൻ്റെ കൺട്രോൾ കളയുന്ന തോന്നുന്നു. അത് എനിക്കും ഇഷ്ടമാണ്, അറിയാലോ. ഐ ലവ് യു ടു. എന്താണ് ഭാവി അളിയ, നാളെ അവൾ പോകുന്നതിന് വിഷമത്തിലാണോ? സത്യം പറഞ്ഞാൽ അതെ, അവളെ പറഞ്ഞയക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാനാ, പോയല്ലേ പറ്റത്തുള്ളൂ. എന്നിട്ടും നാളെ നീയാണോ കൊണ്ടാക്കുന്ന അവളെ? ഞാനാ കൊണ്ടാക്കുന്നത്. രാവിലെ ഇറങ്ങും. അവള് പോയാലെന്താ, ഫോണൊക്കെ വിളിക്കാലോ നിനക്കിപ്പോൾ. എല്ലാം ഓക്കെ ആയില്ലേ? അപ്പോൾ പിന്നെ ഇനിയൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഫോണൊക്കെ വിളിക്കാം, വീഡിയോ കോൾ ചെയ്യാം. അയ്യടാ, എന്തൊരു സന്തോഷം. ഇത്രയും കാലം എന്നെ നിങ്ങൾ ഇവിടെ നരകിപ്പിക്കുക. നീ നിന്റെ പ്രശ്നം പറഞ്ഞ് എനിക്ക് എൻ്റെ കൊച്ചിനോടൊന്ന് സംസാരിക്കാൻ വരെ നിങ്ങൾ സമയം തരാറില്ലായിരുന്നു. ഏത് കൊച്ച്? എടാ യൂങ്കി, നിന്റെ അനിയത്തി. അവളാണെങ്കിൽ ഭയങ്കര പഠനമാണ്, ഫൈനൽ ഇയർ ആണ്, ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്. അവൾക്ക് പ്രൊജക്റ്റ് ഉണ്ട്, സെമിനാറുണ്ട്, അസൈൻമെൻ്റ് ഉണ്ട്. എന്നെ അവളുടെ റൂമിലേക്ക് വരെ അടുപ്പിക്കുന്നില്ലടാ. അത് നല്ലതല്ലേ, അവൾക്ക് പിന്നെ പഠിക്കണ്ടേ? നീ ഒന്ന് മിണ്ടാതെ പൊക്കെ. അത്ര ഭാഗത്ത് പഠിക്കാനൊന്നുമില്ല. ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആൾ തന്നെയല്ലേ, ഞാനൊന്നും ഇത്ര പഠിച്ചിട്ടില്ലല്ലോ. അതെനിക്കറിയാം, ഡിഗ്രി കഴിഞ്ഞതാണ്. നീ ആരുടെയൊക്കെ കോപ്പി അടിച്ചിട്ടല്ലടാ ജസ്റ്റ് പാസ്സായത്. കോപ്പി അടിച്ചു, അതൊക്കെ ശരിയാണ്. എന്നാലും ഞാൻ ജയിച്ചില്ലേ, ഞാനും കോളേജിലൊക്കെ പോയതല്ലേ. എനിക്കൊന്നും ഇത്ര പഠിക്കണം തന്നെ തോന്നിയിട്ട് തന്നെയില്ല. ഞാനങ്ങനെ പഠിക്കാറില്ല. എൻ്റെ ക്ലാസ്സിൽ ആരും തന്നെ അങ്ങനെ പഠിക്കാറൊന്നുമില്ല. കോളേജിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കുന്ന സ്ഥലമല്ലേ. ഇതൊരുമാതിരി 24 മണിക്കൂറും പഠനം തന്നെ. അവള് പണ്ടേ അങ്ങനെ തന്നെ, എപ്പോഴും ക്ലാസ് ഫസ്റ്റ് ആയിരുന്നു, എപ്പോഴും പഠിക്കുക, അതായിരുന്നു അവളുടെ ചിന്ത. ഇപ്പോഴും അവൾ അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഞാൻ പഠിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല അവളോട്. പക്ഷെ അവൾ എന്നെ എന്താ റൂമിൽ കയറ്റാത്തത്? അവള് പഠിച്ചോ, ഞാൻ നോക്കിയിരുന്നോളാന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞിരിക്കുക. അത് നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട്, അല്ലാതെ ഒന്നും ആയിരിക്കത്തില്ല. പോടാ. അത് അത്രയ്ക്കൊന്നുമില്ല ഞാൻ. എന്നാലും കുറച്ച് റൊമാൻറ്റിക് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഒന്നുകിലും ഞാൻ കെട്ടാൻ പോകുന്ന പെങ്കുച്ചല്ലേടാ, അവൾ റൂമിൽ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എങ്ങനെ ശരിയാവുന്നത്? പോരാത്തതിനും അവളെ കാണാതെ എനിക്ക് ഇരിക്കാനും വയ്യ. എൻ്റെ മോനെ,
നിന്റെ മനസ്സിൽ ഇത്രമാത്രം റൊമാൻസ് അവളോടുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നീ അങ്ങ് ചെന്നോനെ, കുഴപ്പമില്ലാവില്ല. ശരിക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? നീ പറഞ്ഞാ എനിക്ക് ഓക്കെയാ. നീ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്നെ. ഓക്കെ? ആടാ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് കണ്ടിട്ട് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കുറച്ച് സമയം സംസാരിച്ചിട്ട് വന്നാൽ മതി. ചുമ്മാ അവിടെ കിടന്നിട്ട് റൊമാൻസ് കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവൾ നിന്നെ തല്ലി പുറത്താക്കും. അപ്പം ഞാൻ അതിനുള്ള അവസരം ഉണ്ടാക്കാതെ നൈസായിട്ട് അവളുടെ റൂമിൽ ചെന്നിട്ട് ഒന്ന് സംസാരിച്ച് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കുറച്ച് സമയം ഇരുന്ന് ഞാൻ പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങിക്കോളാം. എന്ന് വേഗം ചെല്ല്. അപ്പം എല്ലാം പറഞ്ഞതുപോലെ അളിയാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹായ് അങ്കി. ഹായ് ഒക്കെ അവിടെ നിൽക്കട്ടെ. എന്താ ഇപ്പൊ ഇങ്ങോട്ട്? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് അസൈൻമെന്റ് ചെയ്ത് തീർക്കാനുണ്ട്, സംസാരിക്കാനൊന്നും അധികം സമയമില്ലാന്ന്. അതന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് അങ്ങനെ നിന്നെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല. നിനക്ക് നീ പഠിച്ചോ, എനിക്ക് നീ പഠിക്കുകയോ എഴുതുകയോ എന്താന്ന് വെച്ചാൽ ചെയ്തോ. ഞാൻ നിന്നെ ഇവിടെ നോക്കിയിരുന്നോളാം, കുഴപ്പമില്ലല്ലോ അല്ലേ? അതൊന്നും ശരിയാവില്ല. ജിമിനായിട്ട് നോക്കുന്ന സമയത്ത് അതൊന്നും ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് വരണ്ടാന്ന്. അതിന് നിന്റെ കോൺസെൻട്രേഷൻ കളയാൻ മാത്രം ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. ഞാൻ എന്തോ കൺട്രോൾ ചെയ്തിട്ടാണ് നിന്റെ അടുത്ത് നിൽക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് കൺട്രോൾ ചെയ്തിട്ട്? നിന്റെ അടുത്ത് വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നതെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പൊ തന്നെ എനിക്ക് തന്നെ കെട്ടിപ്പിടിക്കണമെന്നും ഉമ്മ തരണമെന്നൊക്കെയുണ്ട്. പക്ഷെ ഞാനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് നിന്നെ കാണുക, സംസാരിക്കുക എന്ന് മാത്രമേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. അത് നീ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല കേട്ടോ. കിസ്സോ? ഓക്കെ, ജിമിനേട്ടൻ ഇവിടെ ഇരുന്നോ? ഞാൻ ഇവിടെ ഇരിക്കാൻ സമ്മതിക്കാം, കുഴപ്പമൊന്നുമില്ല എനിക്ക്. അങ്ങനെ വഴിക്കുവാ. എന്റെ ദൈവമേ, ഇയാളെന്നെ നോക്കി കൊല്ലുവാണല്ലോ. ഞാൻ അപ്പളെ പറഞ്ഞതാ. ജീവനേട്ടാ, ഇത് കണ്ടോ? ശരിയാവത്തില്ല. ജീവനേട്ട ഇങ്ങനെ നോക്കി കഴിഞ്ഞാ ശരിയാവില്ല. ജീവനേട്ട നോക്കൊക്കെ. ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ, ഇപ്പോഴും എന്നെ പുറത്താക്കണോ? കുറച്ച് സമയം കൂടി കഴിഞ്ഞ് പോയപ്പോ റെഡി. ഈസ്റ്റ് ജീവനായിട്ട് ഇങ്ങനെ ക്യൂട്ടായിട്ട് ആക്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഇനി നാളെ വന്നാൽ മതി. അപ്പോ ഞാൻ പോട്ടെ? ശരിക്കും ഞാൻ പോട്ടെ? പൊക്കോ, വേഗം പൊക്കോ. ബൈ ബൈ.